വൺ. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമ്മിലെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൻ്റെ റിവിഷൻ ക്ലാസ് 2 ആണ് ഇന്ന്. അപ്പോൾ റിവിഷൻ ക്ലാസ് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള തേർഡ് സെം ബികോമിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും റിവിഷൻ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. കൂടാതെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താലും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റിവിഷൻ ക്ലാസ്സിൽ പറയുന്ന പോലെ എല്ലാം പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 100% പാസ്സാവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാം. റിവിഷൻ ക്ലാസ് 1 നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു എടുത്തിരുന്നത്. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഈ റിവിഷൻ ക്ലാസ്സിൽ എടുക്കാം. ലേണിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ് ലേണിംഗ് എന്ന് നോക്കണം. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേണിംഗ് ഈസ് എ ലേണിംഗ് സിസ്റ്റം. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് സിസ്റ്റമാണ് ബേസ്ഡ് ഓൺ ഫോർമലൈസ്ഡ് ടീച്ചിങ്. നമ്മൾ ടീച്ചിങ് പോലെ തന്നെയുള്ള ഒരു ലേണിംഗ് സിസ്റ്റമാണ് ലേണിംഗ്, ബട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോണിക് റിസോഴ്സസിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ടീച്ചിങ് പോലെയുള്ള ഒരു ലേണിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയാം. ലേണിങ്ങിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ എടുക്കുന്ന യൂട്യൂബിൻ്റെ ക്ലാസ്സുകൾ കാണുന്നത്, അതൊക്കെയാണ് ലേണിങ്ങിന് എക്സാമ്പിൾ. കാരണം നിങ്ങൾ ആ ഒരു ലേണിംഗ് സിസ്റ്റം തന്നെയാണത്. പിന്നെ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് റിസോഴ്സസ്, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, അങ്ങനെയുള്ള ഇലക്ട്രോണിക് റിസോഴ്സസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളിത് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കണം. 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ്, കൺവീനിയൻസ്. ലേണിംഗ് ഈസ് വെരി കൺവീനിയൻറ്റ് ഫോർ ലേണേഴ്സ്. ലേണിംഗ് എന്ന് പറയുന്നത് ലേണേഴ്സിന് വളരെയധികം കൺവീനിയൻ്റ് ആണ്. കാരണം അവർക്ക് 24 മണിക്കൂറും ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് അതിരുന്ന് കാണാം. ഇപ്പോൾ ഈ യൂട്യൂബ് ക്ലാസ് നിങ്ങൾക്ക് ഏത് ദിവസവും ഏത് സമയത്ത് വേണമെങ്കിലും, ഏത് പാതിരാത്രിക്കോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരുന്ന് കാണാം. കാരണം നിങ്ങൾക്കത് അവൈലബിൾ ആണ്. രണ്ടാമത്തെ, എൻഹാൻസ്ഡ് ലേണിംഗ്. ലേണിംഗ് ഹെൽപ്സ് ഇൻ ഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടോപ്പിക് ആൻഡ് റിട്ടൻഷൻ ഓഫ് കോഴ്സ് കണ്ടന്റ്. ലേണിംഗ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആ ടോപ്പിക്കുകൾ മനസ്സിലാക്കാനും അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നല്ല ഡെപ്തായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പോസ് ചെയ്ത് ബാക്ക് അടിച്ച് നമുക്ക് ഒന്നും കൂടിയും കേട്ട് ഇങ്ങനെ പെട്ടെന്ന് നല്ല രീതിക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ റൈറ്റിംഗ് സ്കില്ല്, ടെക്നോളജി സ്കില്ല്, ടൈം മാനേജ്മെൻറ്റ്, ഇതൊക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മൂന്നാമത്തെ പോയിന്റ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം നമ്മളിപ്പോൾ സ്കൂളിൽ പോയിരുന്ന അല്ലെങ്കിൽ കോളേജിൽ പോയിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇപ്പോൾ ബസ്സിൻ്റെ ചാർജോ അല്ലെങ്കിൽ വാനിൻ്റെ ചാർജ്, അങ്ങനെ എന്താ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പോകുന്നതിൻ്റെ ചാർജ് നമുക്ക് വരും. പക്ഷേ ഇവിടെ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ആ ഒരു കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ അതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ദെൻ അടുത്ത പോയിന്റ്, ഫ്ലെക്സിബിൾ ആണ്. ലേണിംഗ് ഈസ് ഫ്ലെക്സിബിൾ എസ്പെഷ്യലി വെൻ കൺസിഡറിങ് ടൈം ആൻഡ് പ്ലേസ് ഓഫ് ലേണിംഗ്. അതായത് ലേണിങ്ങിൻ്റെ സമയവും നമ്മൾ പഠിക്കേണ്ട ഒരു സമയവും സ്ഥലവും നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് ലേണിംഗ് ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും മൂവ് ചെയ്യാനും അതിനും ഇതിനൊക്കെ പറ്റും. അതിനെയാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുക. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണതിനെയാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുക. അപ്പോൾ ആ ഒരു നമ്മൾ ലേണിംഗ് ചെയ്യേണ്ട ആ ഒരു ടൈമും പ്ലേസും തീരുമാനിക്കുന്ന സമയത്ത് ലേണിംഗ് ഫ്ലെക്സിബിൾ ആണ്. കാരണം ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ഏത് പ്ലേസ് വേണമെങ്കിലും അദ്ദേഹത്തിന് സ്യൂട്ട് ആവുന്നതിനനുസരിച്ച് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്ത പോയിന്റ്, ഇൻട്രാക്ഷൻ. ലേണിംഗ് ഈസ് യൂസ്ഫുൾ ഫോർ ഇൻക്രീസ്ഡ് സ്റ്റുഡൻറ്റ് ടു ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് ടു സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ ആൻഡ് ഡിസ്കഷൻ. ലേണിംഗ് സ്റ്റുഡൻസും തമ്മിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അടുത്ത പോയിന്റ്, മിനിമൈസ് ഫിസിക്കൽ റിസോഴ്സസ്. ലേണിംഗ് റിക്വയർ ഓൺലി ലിമിറ്റഡ് ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ, ഡിക്രീസ് കൺജഷൻ ഓൺ ക്യാമ്പസ് ആൻഡ് പാർക്കിംഗ് ലോട്ട്സ്. അതായത് ലേണിങ്ങിന് ആകെ കുറച്ച് ക്യാമ്പസിലെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വേണ്ടു. കാരണം നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിന് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോയിരുന്ന് പഠിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഓൺലൈൻ ക്ലാസ്സിന് വേണ്ട. അപ്പോൾ ക്യാമ്പസിലായാലും അതിൻ്റെ പാർക്കിംഗ് ഫെസിലിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും റിസോഴ്സസ് ഒക്കെ കുറച്ച് മതി. അപ്പോൾ ഇത്രയാണ് ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. ദെൻ ലേണിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അതും 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് സെപ്പറേറ്റ് 5 മാർക്കായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി 5 മാർക്കായിട്ട് ചോദിക്കാം. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലേണിംഗ്. ഫസ്റ്റ് പോയിന്റ്, ഐസൊലേഷൻ. സോ ലേണിംഗ് ഓഫേഴ്സ് കൺവീനിയൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ ലേണിംഗ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൺവീനിയൻ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലേണേഴ്സ് മേ ഫീൽ എ സെൻസ് ഓഫ് ഐസൊലേഷൻ. അത് ലേൺ ചെയ്യുന്ന, അതായത് ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടിരിക്കുന്നത് നിങ്ങളെയാണ് ലേണേഴ്സ് എന്ന് പറയാം.
നിങ്ങൾക്കൊരു ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാം. കാരണം നിങ്ങൾ ഇങ്ങനെ തനിച്ചിരുന്ന ക്ലാസ്സൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാം. ദെൻ രണ്ടാമത്തെ പോയിൻ്റാണ് ഹെൽത്ത് റിലേറ്റഡ് കൺസേൺ. ഇ ലേണിംഗ് റിക്വയർ ദി യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് അതർ സച്ച് ഡിവൈസസ്. കമ്പ്യൂട്ടർ പോലുള്ള മറ്റുള്ള ഡിവൈസസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇ ലേണിംഗ് നടത്തുക. അതുകൊണ്ട് തന്നെ ഐ സ്ട്രെയിൻ, കണ്ണിന് സ്ട്രെയിൻ വരാൻ, ബാഡ് പോസ്ചർ ആൻഡ് അതർ ഫിസിക്കൽ പ്രോബ്ലംസ്, മറ്റുള്ള ശാരീരിക പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലേണേഴ്സിന് വരാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. ദെൻ അടുത്ത പോയിന്റ് ലാക്ക് ഓഫ് ഇൻട്രാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റുഡൻറ്റും തമ്മിലൊരു ഇൻട്രാക്ഷനും അല്ലെങ്കിൽ സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുന്ന ഒരു റിലേഷനോ ഇൻട്രാക്ഷനോ ഒന്നും ഈ ലേണിങ്ങിൽ ഉണ്ടാവില്ല. ദെൻ അടുത്ത പോയിന്റ് ഗ്രേറ്റർ ചാൻസ് ഫോർ മാൽ പ്രാക്ടീസസ്. അതായത് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇ ലേണിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ കോപ്പി അടിക്കാനും കൂടുതലൊക്കെ നമ്മൾ ഈ ഓൺലൈൻ വഴിക്ക് എക്സാമുകളും ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോപ്പി അടിക്കാൻ അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. ദെൻ അടുത്ത പോയിന്റ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ഡിസിപ്ലിൻ. ദ ലേണിംഗ് ടെക്നിക് ഇൻ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ഡിസിപ്ലിൻ. ഈ ഒരു ഇ ലേണിംഗ് എന്ന് പറയുന്ന ലേണിംഗ് ടെക്നിക്ക് എല്ലാവർക്കും സ്യൂട്ടബിൾ ആകണമെന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇ ലേണിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അടുത്തത് നോക്കേണ്ടതാണ് പ്രിൻസിപ്പിൾസ് ഫോർ സക്സസ്ഫുൾ ഇ ലേണിംഗ്. അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇ ലേണിംഗ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തൊക്കെ പ്രിൻസിപ്പിളുകൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് മാച്ച് ടു ദ കരിക്കുലം. മാച്ച് ടു ദ കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ആ ഒരു എഡ്യൂക്കേഷൻ്റെ ആക്ടിവിറ്റീസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണോ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്ന ടോപ്പിക് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ കണ്ടൻറ്റ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇ ലേണിംഗ് ആയിരിക്കണം. അതിൻ്റെ ആ ഒരു കരിക്കുലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇ ലേണിംഗ് ആയിരിക്കണം. ദെൻ പെഡഗോഗി എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് വരുന്നുണ്ട് അവിടെ. ആക്ടിവിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ആ എഡ്യൂക്കേഷൻ്റെ ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇ ലേണിംഗ് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ദെൻ പ്രിൻസിപ്പിൾ ടു ഇൻക്ലൂഷൻ. അതായത് പല കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് പല ഫിസിക്കൽ ഡിസബിലിറ്റീസും അല്ലെങ്കിൽ പല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഇ ലേണിങ്ങിൻ്റെ സമയത്തുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളൊരു ഇ ലേണിംഗ് നടത്തേണ്ടത്. ആ ഒരു ഇ ലേണിങ്ങിൽ നമ്മുടെ ആ ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുക, അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ദെൻ മൂന്നാമത്തെ ലേണർ എൻഗേജ്മെൻറ്റ്. ലേണർ ഷുഡ് ബി എൻഗേജ്ഡ് ആൻഡ് മോട്ടിവേറ്റഡ് ബൈ പെഡഗോജി. അതായത് ഇപ്പോൾ ആ ഒരു ലേണർ എന്ന് പറയുന്നത് ആരാ? ആ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന കുട്ടികളെയാണ് ലേണർ എന്ന് പറയുക. അവർ ആ ഒരു ലേൺ ചെയ്യുന്ന സമയത്ത്, ആ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്തൊക്കെ അതിൽ വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഗേജ് ആയിട്ടിരിക്കണം. ദെൻ നാലാമത്തെ ഇന്നോവേറ്റീവ് അപ്രോച്ചസ്. ആ ഒരു ഇ ലേണിങ്ങിൽ നമ്മൾ പുതിയ ഇന്നോവേറ്റീവ് എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജീസ്, നോൺ ടെക്നോളജിക്കൽ അപ്രോച്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. ദെൻ അഞ്ചാമത്തെ എഫക്റ്റീവ് ലേണിംഗ്. ആ ലേണിംഗ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കണം. എല്ലാ സ്റ്റുഡൻസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിക്ക്, അവർക്ക് ആ ഒരു ഓൺലൈൻ ക്ലാസ് നല്ല രീതിക്ക് സ്യൂട്ടബിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഇതായിരിക്കണം ഈ ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ ആറാമത്തെ പ്രിൻസിപ്പിൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. ഇപ്പോൾ അതിൽ 2 അസസ്മെൻറ്റ് വരുന്നുണ്ട്. ഫോർമേറ്റീവ് ഉണ്ട്, സമ്മേറ്റീവ് ഉണ്ട്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം തന്നെ എടുക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുത്ത് ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമ്മൾ എക്സാമുകൾ കണ്ടക്ട് ചെയ്യൂലേ. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു ഇ ലേണിംഗ് കൊടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, കുറച്ച് ടോപ്പിക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, അവർക്ക് എത്ര മനസ്സിലായി, അങ്ങനെയുള്ള എക്സാമുകൾ, ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുക. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഫുള്ള് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇപ്പോൾ നമ്മൾ ഹാഫ് ഇയർലി എക്സാം അല്ലെങ്കിൽ ക്വാർട്ടേർലി എക്സാം ഒക്കെ നടത്തുന്നത് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. അല്ല നമ്മൾ അവസാനം കൊല്ലത്തിൽ ഒരു പരീക്ഷകളും എക്സാമുകളും ഒക്കെ നടത്തില്ലേ, അതെന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. നമ്മളെല്ലാ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവരുടെ ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിനെയാണ് സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുക. അതാണ് പ്രിൻസിപ്പിൾ 7 പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾ 8 കോഹെറൻസ്, കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പെറൻസി. അതായത് ഈ ഒരു ഇ ലേണിങ്ങിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് വളരെ കൺസിസ്റ്റൻറ്റും ട്രാൻസ്പെറൻറ്റും ആയിരിക്കണം. അതായത് ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കണ്ടൻ്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ള കോഹെറൻറ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്സ് ആയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ 8 പറയുന്നത്. ദെൻ പ്രിൻസിപ്പിൾ 9 ഈസ് ഓഫ് യൂസ്. ഇ ലേണിംഗ് ഷുഡ് എൻഷുർ ഈസ് ഓഫ് യൂസ് ആൻഡ് ട്രാൻസ്പെറൻസി.
അതായത് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആ ഒരു ലിങ്ക് തന്നിട്ട് പറയുകയാണ് അതിൽ പാസ്വേഡ് അടിച്ച് അതിൻ്റെ പിന്ന് ചെയ്ത് അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടോ, അല്ല അപ്പോൾ അതിൻ്റെ ലിങ്ക് നേരിട്ട് വന്ന് നമുക്ക് ആ ലിങ്കിൽ കയറി നേരെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ് കാണാൻ അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് യൂസ് ചെയ്യാനായിട്ട് വളരെയധികം ഈസി ആയിരിക്കും. അങ്ങനെ ഈസി ആയിട്ടുള്ള ഒന്നായിരിക്കണം. ദെൻ 10ാമത്തെ പ്രിൻസിപ്പിൾ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ടെക്നോളജി സൊല്യൂഷൻ ഷുഡ് ബി ജസ്റ്റിഫയബിൾ ഓർ എഫോർഡബിൾ വിത്ത് സസ്റ്റൈനബിൾ കോസ്റ്റ്. അതായത് കോസ്റ്റ് ഒന്നും ഇല്ലാത്ത കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നായിരിക്കണം ലേണിംഗ്. ചിലതിലൊക്കെ നമ്മൾ ക്ലാസ് കാണണമെങ്കിൽ ഇത്ര രൂപ പേയ്മെൻറ്റ് നടച്ചിട്ട് വേണം ക്ലാസ് കാണാൻ. ഇത് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. പൈസയൊന്നും ഇല്ലാതെ എഫോർഡബിൾ ആയിട്ട് മറ്റുള്ള എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന രീതിക്ക് അവർക്ക് ആ ഒരു ഇതിനായിട്ടുള്ള ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള ഒന്നായിരിക്കണം ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു സക്സസ്ഫുൾ ലേണിങ്ങിന് വേണ്ട പ്രിൻസിപ്പിൾസ്. അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തതായി പഠിക്കേണ്ടത് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താണെന്നുണ്ട്. ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓൺലൈൻ ക്ലാസ്സിനെ തന്നെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയാം. ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോണിക് റിസോഴ്സസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഓൺലൈൻ ലേണിംഗ് നടത്തുക. ആ ഒരു ഓൺലൈനിൽ കൂടെ തന്നെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിന് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ പഠിക്കേണ്ട അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു ഓൺലൈൻ ലേണിംഗ് നടത്തുന്നതിനെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് നോക്കി വെക്കുക. ദെൻ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പോയിന്റ്, ഫോക്കസ് ഹാസ് ഷിഫ്റ്റഡ് ഫ്രം ടീച്ചിങ് ടു ലേണിംഗ്. മുമ്പ് നമ്മൾ കോളേജിലൊക്കെ പോയിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് നമുക്ക് ക്ലാസ് എടുത്ത് തരും. അപ്പം തന്നെ നോട്ടുകൾ ബോർഡും എഴുതി തരിക അല്ലെങ്കിൽ പറഞ്ഞു തരിക, നമ്മളപ്പോൾ അത് എഴുതിയെടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പം മുൻപ് ടീച്ചിങ്ങിനായിരുന്നു കൂടുതൽ ഫോക്കസ്. പക്ഷേ ഈ ഒരു ഓൺലൈൻ ലേണിങ്ങിൻ്റെ കേസിൽ ഫോക്കസ് ഹാസ് ഷിഫ്റ്റഡ് ഫ്രം ടീച്ചിങ് ടു ലേണിംഗ്. ടീച്ചിങ്ങിൽ നിന്ന് ലേണിങ്ങിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഓൺലൈൻ ലേണിംഗ് ഈസ് സ്റ്റുഡൻറ് സെൻറ്റേഡ്. അതായത് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓൺലൈൻ ലേണിംഗ് ഇരിക്കുന്നത്. കാരണം സ്റ്റുഡൻസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക, സ്റ്റുഡൻസിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെൻറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ലേണിംഗ് നടത്തുക. ദെൻ മൂന്നാമത്തെ, ഓൺലൈൻ ലേണിംഗ് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ്സ്. ഓൺലൈൻ ലേണിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? ലേണിംഗ് എൻവയോൺമെൻറ്റ് കൂടുതൽ ഡെവലപ്പായിട്ടുള്ള ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് എവിടെയാണോ ഡെവലപ്ഡ് ആയിട്ടുള്ളത്, കൂടുതൽ ഡെവലപ്മെൻ്റ് ഉള്ളത്, അതിനെയായിരിക്കും ഈ ഓൺലൈൻ ലേണിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് നടത്തുമ്പോൾ കൂടുതൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഡെവലപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് കൂടുതൽ വൈഫൈ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ കിട്ടുന്ന ഭാഗത്തായിരിക്കും ഓൺലൈൻ ലേണിംഗ് കൂടുതൽ നടത്താനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഇതിനെയായിരിക്കും ഓൺലൈൻ ലേണിംഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഓൺലൈൻ ലേണിംഗ് ഈസ് ആക്റ്റീവ്. അതായത് ഓൺലൈൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവാണ്. അത് കേട്ടിരിക്കുന്ന ലേണേഴ്സ് ആ ഒരു ക്ലാസ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ടൊക്കെ അവർക്ക് കഴിയും. പക്ഷേ ഈ ഒരു ടാസ്ക് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടിരിക്കുക ഫസ്റ്റ് ടൈം ക്ലാസ് കേൾക്കുന്നവർക്കൊക്കെ. ഇത് നമ്മൾ ആദ്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ കേൾക്കും, നമുക്ക് അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളത് സ്ഥിരം കേട്ട് പിന്നെ നമുക്ക് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും, അല്ലെങ്കിൽ നമുക്കത് കോമ്പീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതാണ് ഓൺലൈൻ ലേണിംഗ് ഈസ് ആക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ ഓൺലൈൻ ലേണിംഗ് ഷുഡ് ബി ഇൻട്രാക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ്. ഓൺലൈൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രാക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ആയിരിക്കണം. അതായത് സ്റ്റുഡൻസും തമ്മിലൊരു ഇൻട്രാക്ഷനും സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിലൊരു ഇൻട്രാക്ഷൻ, അങ്ങനെയുള്ള ആ ഒരു ഇൻട്രാക്ഷനും കൊളാബറേഷനും ഒക്കെ ഈ ഓൺലൈൻ ലേണിങ്ങിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ദെൻ റോൾ ഓഫ് ദ ഫാക്കൽറ്റി മെമ്പർ ഇൻ ഓൺലൈൻ ലേണിംഗ്. അത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാക്കൽറ്റി മെമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ക്ലാസ് എടുത്ത് തരുന്ന ടീച്ചറിനെയാണ് ഫാക്കൽറ്റി മെമ്പർ എന്ന് പറയുക. ആ ഒരു ഫാക്കൽറ്റി മെമ്പറിന് എന്തൊക്കെ റോളാണ് ഓൺലൈൻ ലേണിങ്ങിലുള്ളതെന്നാണ്. ഫസ്റ്റ്, ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം ആ ടീച്ചർ എടുക്കാൻ പോകുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവും അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് അതിൻ്റേതായ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അതിന് ഫോം ചെയ്ത് വെക്കുക. ദെൻ ക്രിയേഷൻ ആൻഡ് സെലക്ഷൻ. എന്നിട്ട് ആ ഒരു ഫോം ചെയ്ത് വെച്ച അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിലേക്ക് ക്രിയേറ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കൂടുതൽ ആ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും കൂടുതൽ പ്രൊക്യൂറും ചെയ്ത് കൊടുക്കുക. അതാണ് ക്രിയേഷൻ ആൻഡ് സെലക്ഷൻ. ദെൻ മൂന്നാമത്തെ, അസസ്മെൻറ്റ്. ടീച്ചേഴ്സ് ആർ ഓൾസോ റെസ്പോൺസിബിൾ മേക്കിംഗ് അസസ്മെൻറ്റ്. അതായത് അസസ്മെൻറ്റ് നടത്തുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സിൽ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സാമുകൾ നടത്തുക, ടെസ്റ്റുകൾ നടത്തുക, അതൊക്കെയാണ്.
അപ്പോൾ ഏതൊരു ടീച്ചറായാലും ഇങ്ങനെ ആ ഒരു സ്ട്രക്ചർ ആദ്യം ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തിട്ട് പിന്നെ അത് അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആ ഒരു അസസ്മെൻറ്റ് കളക്ട് ചെയ്യണം. ദെൻ മോഡറേഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ. മോഡറേഷൻ ആൻഡ് ഫെസിലിറ്റേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് ആയാൽ പോലും അല്ലെങ്കിൽ ട്രഡീഷണൽ ക്ലാസ് റൂമിലായാൽ പോലും ഒരു ടീച്ചർ ഒരു അഡ്വൈസറിൻ്റെ നിലയിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിച്ച് തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ആ ഒരു ഇൻട്രാക്ഷൻ്റെ ഫെസിലിറ്റി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊരു കാര്യത്തിലായാലും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ട്രഡീഷണൽ ക്ലാസ് റൂമിലായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലും അല്ലെങ്കിൽ ഓൺലൈൻ ലേണിങ്ങിലും നമുക്ക് ആ ഒരു ഫാക്കൽറ്റി നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ നമുക്ക് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ റിയൽ ഡിഫറൻസ് ഇൻ ദ മോഡ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ദ ആക്ടിവിറ്റി. പക്ഷെ അതിൻ്റെ റിയൽ ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാക്ഷനൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റിയുടെ മോഡിലാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് മോഡറേഷൻ ആൻഡ് ഫെസിലിറ്റേഷനിൽ പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ് സപ്പോർട്ടിംഗ് ലേണിംഗ് സ്ട്രാറ്റജീസ്. സപ്പോർട്ടിംഗ് ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ലേൺ ചെയ്യുന്ന സ്റ്റുഡൻസിന് നല്ല ലേണിംഗ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അത് യൂസ് ചെയ്യുന്നവർക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ലേണിങ്ങും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് സ്ട്രാറ്റജിയൊക്കെ കൊടുക്കണം. ദെൻ ആറാമത്തെ പോയിന്റ് ഓറിയൻറ്റേഷൻ ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ്. ഓൺലൈൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവ് ആയിരിക്കണം. അതായത് നല്ല സഹകരണത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ നല്ല ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റും തമ്മിലൊക്കെ നല്ല ഇൻട്രാക്ഷനോട് കൂടിയിട്ട് നല്ല ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയായിരിക്കണം ആ ഒരു ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ഫാക്കൽറ്റി മെമ്പറിന് ഓൺലൈൻ ലേണിങ്ങിൽ എന്തൊക്കെ റോളാണുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക്, നെക്സ്റ്റ് ആ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ട ടോപ്പിക്ക് ഇ ബുക്ക് എന്താണെന്ന് നോക്കണം. അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നുണ്ട്, അത് നോക്കണം. അപ്പോൾ ഇ ബുക്ക് എന്താണെന്ന് നോക്കാം. ഇ ബുക്ക് ഈസ് എ ഷോർട്ട് ഫോർ ഇലക്ട്രോണിക് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ എ ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഇ ബുക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ബുക്കിനെയാണ് നമ്മൾ ഇ ബുക്ക് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ ഇലക്ട്രോണിക് വെർഷൻ ഓഫ് എ ട്രഡീഷണൽ പ്രിൻറ്റ് ബുക്ക് ദാറ്റ് ക്യാൻ ബി റീഡ് ബൈ യൂസിങ് എ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓർ ബൈ യൂസിങ് ആൻ ഇ ബുക്ക് റീഡർ. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിൻ്റ് ആയിട്ടുള്ള സാധാ ബുക്കുകൾ പോലെ തന്നെയുള്ള ഒരു ബുക്ക് തന്നെയാണിത്. പക്ഷേ ഈ ബുക്ക് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ബുക്ക് റീഡറിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ആ ഒരു ഇലക്ട്രോണിക് വെർഷനിലുള്ള ആ ഒരു ബുക്കിനെയാണ് നമ്മൾ ഇ ബുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഓൺലൈൻ ഗൂഗിളിലായാലും എന്തിലായാലും നമുക്ക് സെർച്ച് ചെയ്ത ഒരു ബുക്കായാലും എന്തായാലും ഇപ്പോൾ നമുക്ക് പ്രിൻറ്റഡ് ബുക്ക് വായിക്കണം എന്നില്ല. ഇ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇലക്ട്രോണിക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു ബുക്ക് വായിക്കുക. അതിനെയാണ് ഇ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ബുക്കിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് ലോ അപ്ഡേറ്റ് കോസ്റ്റ്. അതായത് മറ്റുള്ള പ്രിൻ്റ് ചെയ്ത ബുക്കിൻ്റെ പോലെയല്ല ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കോസ്റ്റേ കാര്യങ്ങളൊക്കെ വേണ്ടു, അധികം കോസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട. ദെൻ രണ്ടാമത്തെ സെർച്ചബിൾ ആണ്. എ നമ്പർ ഓഫ് ഇ ബുക്ക് എ സെർച്ച് ബട്ടൺ വിച്ച് അലോ റീഡർ ടു ക്വിക്ക്ലി ജംപ് ടു ദ പേജ് കണ്ടെയ്നിങ് ദ വേർഡ് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ. അതായത് നമ്മൾ ആ ഒരു ഇ ബുക്കിൽ ഒരു സെർച്ച് ബട്ടൺ ഉണ്ടായിരിക്കും. ആ സെർച്ച് ബട്ടൺ വെച്ചിട്ട് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എന്താണോ അത് സെർച്ച് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കാണാനും അറിയാനും ഒക്കെ പറ്റും. ദെൻ മൂന്നാമത്തെ കൺവീനിയൻസ്. ഇഫ് ദ നീഡഡ് ബുക്ക് ഈസ് അവൈലബിൾ ദ ബുക്ക് ക്യാൻ ബി ഡൗൺലോഡഡ് ഇമ്മീഡിയറ്റ്ലി. അത് കൂടുതൽ അത് വായിക്കുന്നവർക്ക് കൺവീനിയൻ്റ് ആണ്. കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും അല്ലെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കാനും ഇങ്ങനെയുള്ള ആ ഒരു അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു കൺവീനിയൻ്റ് ആണെന്ന് പറയാം. ദെൻ അടുത്ത പോയിന്റ് ലെസ് സ്പേസ്. നമ്മൾ മറ്റുള്ള ബുക്കുകളുടെ മാതിരി അധികം സ്പേസും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ മതി ഈ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ദെൻ അടുത്തത് ഓൺ ഡിമാൻഡ്. ദർ ഈസ് നോ ക്വസ്റ്റൻ ഓഫ് ഇ ബുക്ക് ഗോസ് ഔട്ട് ഓഫ് പ്രിൻറ്റ്. മറ്റുള്ള ആ ഒരു ബുക്കുകളുടെ പോലെ ഒന്നും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഈ ബുക്കിൽ വേണ്ട. ദെൻ ഇൻറ്ററാക്ടിവിറ്റി. റീഡേഴ്സ് ക്യാൻ ഓൾസോ ടേക്ക് നോട്ട്സ്, അണ്ടർലൈൻ, ബുക്ക് മാർക്ക് പേജസ്, സെർച്ച് ആൻഡ് ഗെയിൻ എക്സ്ട്രാ ഇൻഫോർമേഷൻ ത്രൂ ഹൈപ്പർ ലിങ്ക്സ്. അതായത് റീഡേഴ്സിന് അത് വായിക്കുന്നവർക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള നോട്ടുകൾ എടുക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ബുക്ക് മാർക്കുകൾ അതിൻ്റെ പേജസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷനുകൾ കിട്ടാനൊക്കെ ഈ ബുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ദെൻ നോ ഷിപ്പിംഗ് കോസ്റ്റ്. നമ്മൾ മറ്റുള്ള ബുക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കൊണ്ടുവരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ ആ ഒരു കൊണ്ടുവരുന്നതിന് ഷിപ്പിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷേ ഈ ഒരു ഇ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രോണിക് ഫയലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് വെബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് ഷിപ്പിംഗ് കോസ്റ്റോ അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. ദെൻ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആണെന്ന്. അതായത് നമ്മൾ മറ്റുള്ള ബുക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് പേപ്പറാണ്. ആ ബുക്കിൻ്റെ ആ ഒരു
പേജുകൾ എന്നൊക്കെ പറയുന്നത്. ആ പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ട്രീസ്, മരങ്ങൾ മുറിക്കുക, അതിൻ്റെ കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻവിയോൺമെൻറ്റിന് കൂടുതൽ ദോഷമാണ്. പക്ഷേ ഈ ഒരു ഇ ബുക്ക് യൂസ് ചെയ്യുന്നത് വഴിക്ക് നമുക്ക് കൂടുതൽ എൻവിയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. ഇത്രയാണ് ഇ ബുക്കിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇ ബുക്കിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. നോട്ട് കൺവീനിയൻറ്റ് ടു റീഡ്. അതായത് നോട്ട് കൺവീനിയൻറ്റ് ടു റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ കുറേ നേരം ഇരിക്കുക, കൂടുതൽ മണിക്കൂറൊക്കെ നമ്മൾ ഇരുന്ന ആ ഒരു ഇ ബുക്ക് വായിക്കുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ആ ഒരു ഹെൽത്ത് പ്രോബ്ലംസ് കൂടുതൽ ഉണ്ടാവാൻ, മസിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ബാക്ക് ഏക്ക് ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളത് കൊണ്ട് അത് കൂടുതൽ കൺവീനിയൻ്റ് അല്ല. രണ്ടാമത്തെ കോസ്റ്റ്ലി ആണെന്ന്. കോസ്റ്റ്ലി എന്ന് പറയാൻ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു ലോ കോസ്റ്റ് ഉള്ളോ, കാരണം ഡൗൺലോഡ് ചെയ്തെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് കോസ്റ്റ്ലി ആണെന്ന് പറയാൻ കാരണം ചിലതൊക്കെ നമുക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ചിലതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് കൂടുതൽ പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ്ലി ആണെന്ന് പറയാം. ദെൻ റിസ്കി ആണെന്ന്. അതായത് എനി പ്രോഗ്രാം ദാറ്റ് ഈസ് ഓൺ എ കമ്പ്യൂട്ടർ ക്യാൻ ബി കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ് ക്യാൻ ബി റിസ്കി ടു ദ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് ബൈ ക്രിയേറ്റിംഗ് വൾണറബിലിറ്റി ഫോർ അറ്റാക്ക് ടു എക്സ്പ്ലോയിറ്റ്. അതായത് നമ്മൾ ഈ ഒരു ഇ ബുക്ക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു കമ്പ്യൂട്ടറായിട്ട് ഇൻ്റർനെറ്റും കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യമായതുകൊണ്ട് കൂടുതൽ അറ്റാക്ക് ഉണ്ടാവാൻ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളത് കൊണ്ട് അതൊരു റിസ്കി ആണെന്ന് നമുക്ക് പറയാം. അടുത്ത പോയിന്റ്, ഇ ബുക്ക് ക്യാൻ കോസ് ഐ സ്ട്രെയിൻ. ഇ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ അതായത് കമ്പ്യൂട്ടറിൽ ഇരുന്ന് വായിക്കുന്നതാണ്. അങ്ങനെ വായിക്കുന്നത് വഴിക്ക് നമുക്ക് കൂടുതൽ കണ്ണിന് സ്ട്രെയിൻ വരാൻ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ദെൻ അടുത്ത പോയിന്റ്, ഇ ബുക്ക് ഡു നോട്ട് ഹാവ് എ ഡിഫൈൻഡ് ലൈഫ്. ഒരു ഇ ബുക്കിന് അങ്ങനെ അതിൻ്റെ ഇത്ര കാലാവധി ഉണ്ടാവും, അങ്ങനെ ഒരു ലൈഫ് അതിന് ഡിഫൈൻ ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ ടെക്നോളജീസ് ആയാലും സോഫ്റ്റ്വെയർസ് ആയാലും അല്ലെങ്കിൽ ഹാർഡ്വെയർസ് ആയാലും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക കാലം അതുണ്ടാവും. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത പോയിന്റ്, ഇ ബുക്ക് ക്യാൻ ബി ഹാക്ക്ഡ്. ഇ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോണും ഇൻ്റർനെറ്റൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അങ്ങനെ നമ്മളതൊരു കണക്ട് ചെയ്യുന്നത് വഴിക്ക് നമ്മുടെ ആ ഒരു ഇത് കൂടുതൽ ഹാക്ക് ചെയ്യാൻ അങ്ങനെയുള്ള കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇ ബുക്ക് കൂടുതൽ ഹാക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇ ബുക്കിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു കാലത്തിനനുസരിച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇ ബുക്കിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ. അപ്പോൾ അത് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു യൂസ് ഓഡിയോ ഇൻ ഇ ലേണിംഗ്. ഇ ലേണിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ഓഡിയോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഓഡിയോ യൂസ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പോയിന്റ്, അവോയ്ഡ് ടെക്സ്റ്റ് സ്പീച്ച് റിഡൻഡൻസീസ്. അവോയ്ഡ് ടെക്സ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലായാലും ടീച്ചേഴ്സ് ഇപ്പോൾ സ്ക്രീനിൽ എന്തെങ്കിലും ടെക്സ്റ്റുകൾ കാര്യങ്ങളൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ഓഡിയോ അല്ലെങ്കിൽ ആ ഒരു വോയിസ് കൊടുക്കാൻ ശ്രമിക്കുക. എങ്കിലാണ് അത് കുട്ടികൾക്ക് കൂടുതൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. ദെൻ യൂസ് ഓഡിയോ വിത്ത് വിഷ്വൽസ് ഫോർ മോർ കോംപ്ലെക്സ് സബ്ജക്റ്റ് മാറ്റർ. അതായത് നമ്മൾ ആ ഒരു ഓഡിയോ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഓഡിയോ കൊടുക്കുന്നതിനൊപ്പം തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇമേജസോ വിഷ്വൽസോ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാകാനായിട്ട് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. ദെൻ യൂസ് ഹൈ ക്വാളിറ്റി ഓഡിയോ. നമ്മൾ ആ ഒരു ഇ ലേണിങ്ങിൽ ഓഡിയോ കൊടുക്കുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. പുവർ ഓഡിയോസ്, അതായത് പുവർ ക്വാളിറ്റിയുള്ള ഓഡിയോസും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ആക്സസ് ലേണേഴ്സ് നോളേജ് ത്രൂ ക്രിയേറ്റിംഗ് ആൻഡ് ഓഡിയോ പ്രസൻറ്റേഷൻ. അതായത് ഇപ്പോൾ ഈ ലേണിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് ആ കുട്ടികൾക്ക് എന്താണ് മനസ്സിലായതെന്ന് അവരോട് ആ ഒരു അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഓഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരോട് ആ ഒരു പ്രസൻറ്റേഷൻ തിരിച്ച് നമ്മൾ ആ ഒരു ഇത്രയും നാൾ എടുത്തു കൊടുത്തിരുന്ന ആ ഒരു ഈ ലേണിംഗ് എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഓഡിയോ ഉപയോഗിച്ചുകൊണ്ട് പ്രസൻറ്റ് ചെയ്യാൻ പറയാം. ദെൻ പ്രൊവൈഡ് ഓഡിയോ ഇൻസ്ട്രക്ഷൻസ് ഫോർ മോർ കോംപ്ലിക്കേറ്റഡ് അസൈൻമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിലും ആ ഓൺലൈൻ ക്ലാസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും എക്സാമുകളോ ടെസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങുകളോ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രൊവൈഡ് ചെയ്തിട്ട് ഓഡിയോ വഴിക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അത് അല്ലാതെ നാളെ ഇന്ന ടെസ്റ്റ് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ എക്സാം നടത്തുന്നുണ്ടെന്ന് ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് മാത്രം എഴുതിയാൽ പോരാ, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഓഡിയോ വഴിക്ക് പ്രൊവൈഡ് ചെയ്യുക.
allow learners to control the audio playback and volume. അത് ലേൺ ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു ഓഡിയോ പ്ലേബാക്ക് ചെയ്യാൻ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു അനുവാദം കൊടുക്കുക. ദെൻ ചൂസ് ഓഡിയോ വിത്ത് ദ റൈറ്റ് ടോൺ, ജാർഗൺ ആൻഡ് പേസ്. നമ്മൾ ആ ഒരു ഓഡിയോ യൂസ് ചെയ്യുമ്പോൾ നല്ല റൈറ്റ് ടോണോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല ജാർഗൺ ആയിട്ടുള്ള, നല്ല പേസോട് കൂടിയിട്ടുള്ള ഒരു ഓഡിയോ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ എൻഹാൻസ് ദ എക്സ്പീരിയൻസ് വിത്ത് സ്യൂട്ടബിൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നമ്മൾ ആ ഒരു ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ യൂസ് വോയിസ് ഓവർ ആക്ടേഴ്സ് ടു മേക്ക് കോൾസ് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ. നമ്മൾ ആ ഒരു ഓഡിയോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രെയിൻഡ് പ്രൊഫഷണൽസിൻ്റെ വോയിസ് ഉപയോഗിച്ചുള്ള ഓഡിയോസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ക്രിയേറ്റ് ഫൺ ആൻഡ് ക്രിയേറ്റിവിറ്റി വിത്ത് കസ്റ്റമൈസ്ഡ് സോങ്. നമ്മൾ ആ ഒരു ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം കൂടുതൽ ഫൺ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല കസ്റ്റമൈസ്ഡ് സോങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഒരു ലേണിങ്ങിൽ ഓഡിയോ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ടോപ്പിക്ക് വീഡിയോസ് ഇൻ ലേണിംഗ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ലേണിങ്ങിൽ ഓഡിയോ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ലേണിങ്ങിൽ വീഡിയോസ് യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ആ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് നടത്തുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽ ഇമേജസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ലേണിംഗ് നടത്തുന്നതിനെയാണ് വീഡിയോസ് ഇൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ലേണിങ്ങിൽ നമ്മൾ വീഡിയോസ് യൂസ് ചെയ്യുന്നത് വഴിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് ഉള്ളതെന്ന് നോക്കാം. മോർ എൻഗേജിങ്, അതായത് നമ്മൾ ആ ഒരു വീഡിയോ കൂടുതൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റുഡൻസ് അത് കൂടുതൽ ആ ഒരു ക്ലാസ് കേട്ടിരിക്കാനും അതിൽ കൂടുതൽ എൻഗേജ് ചെയ്തിരിക്കാനും കൂടുതൽ ചാൻസ് ഉണ്ട്. ദെൻ ഈസി അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ ആ എടുക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ആ സ്റ്റുഡൻസിന് പറ്റും. ദെൻ ഈസി റിട്ടൻഷൻ, അതായത് ഈസി റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ ലേണേഴ്സ് ആർ ഏബിൾ ടു സ്റ്റോർ ഇൻഫോർമേഷൻ ഈസിലി. വീഡിയോ ലേണേഴ്സിന്, ആ സ്റ്റുഡൻസിന് ആ ഒരു എന്താ പറയുക ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ ഈസിലി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ദെൻ ഗ്രേറ്റർ അറ്റൻഷൻ, ആ ലേണേഴ്സിൻ്റെ അറ്റൻഷൻ നല്ല രീതിക്ക് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഗുഡ് റാപ്പോർട്ട്, നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിലായാലും വീഡിയോസ് കൂടുതൽ ആഡ് ചെയ്യും തോറും അവർക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഇത് കൂടുതൽ ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. ദെൻ റീഇൻഫോഴ്സിങ് ദ ഇൻഫോർമേഷൻ. റീഇൻഫോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ ലേണേഴ്സിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനും അതിൻ്റെ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. ദെൻ എൻകറേജ് ഡിസ്കഷൻ, നമ്മൾ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ടൂളാണ്. എന്തിൻ്റെ ടൂള്? കൂടുതൽ ഡിസ്കഷനുകളും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിൻ്റെ എൻകറേജ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൂളാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ്, നമ്മൾ ആ ഒരു വീഡിയോ യൂസ് ചെയ്യുന്നത് വഴിക്ക് ആ ലേണേഴ്സിന് കൂടുതൽ നല്ലൊരു എക്സ്പീരിയൻസ്, ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോൾ ഇത്രയാണ് വീഡിയോ ലേണിങ്ങിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നോക്കേണ്ട ടോപ്പിക്ക് കണ്ടന്റ് എന്താണെന്ന് നോക്കാം. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഡിജിറ്റൽ കണ്ടന്റ് that can be transmitted over a computer network such as internet. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ കണ്ടൻറ്റുകൾ, ഇപ്പോൾ ഓഡിയോ, വീഡിയോ, അങ്ങനെയൊക്കെയുള്ള ഇമേജസ് ആയാലും അങ്ങനെ ടെക്സ്റ്റുകൾ, അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ കണ്ടൻറ്റിനെയാണ് നമ്മൾ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി കണ്ടൻറ്റിൻ്റെ ഫേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ. അതായത് നമ്മളിപ്പോൾ ഒരു കണ്ടൻറ്റ് ഡെവലപ്മെൻറ്റ് നടത്തുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനു മുമ്പ് എന്തൊക്കെ സ്റ്റേജുകൾ ഞാൻ കടന്നു വരണം, അല്ലെങ്കിൽ എന്തൊക്കെ ഫേസസും കാര്യങ്ങളും ഉണ്ടെന്നാണ്. ഫസ്റ്റ്, അനലൈസിസ് ഫേസ്. അനലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസാണ്. നമ്മൾ ആ ഒരു പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഒരു കണ്ടൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ലേണിങ്ങിനെ കുറിച്ചുള്ള ഒബ്ജക്റ്റ്, അതിൻ്റെ ആ ഒരു കണ്ടൻറ്റ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് നമ്മൾ, ഏതൊക്കെ ഓഡിയൻസിനാണ് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, ഗോൾ എന്താണ്, ഇതൊക്കെ അനലൈസ് ചെയ്യാം. ദെൻ ഡിസൈൻ ഫേസ്, അത് കഴിഞ്ഞാൽ നമ്മൾ അത് ഡിസൈൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഓഡിയോ പ്രൊവൈഡ് ചെയ്യണോ, അല്ലെങ്കിൽ വീഡിയോ പ്രൊവൈഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഏതാണ് പ്രൊവൈഡ് ചെയ്യണം, ടെക്സ്റ്റ് ആണോ, അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ നമ്മളത് ഡിസൈൻ ചെയ്തെടുക്കുക. ദെൻ ഡെവലപ്മെൻറ്റ് ഫേസ്, അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസൈൻ ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ കൂടുതൽ MCQ അല്ലെങ്കിൽ ലിങ്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാം.
ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ എററുകളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്, നമ്മൾ ടെസ്റ്റ് ചെയ്തെല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുള്ള നമ്മൾ സ്റ്റുഡൻസിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് അവർക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതിനെന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവാലുവേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ഒരു എന്താ പറയുക ആ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക, അവർക്കത് എത്ര മനസ്സിലായി, അവർക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, അങ്ങനെയുള്ള ഫീഡ്ബാക്ക് അവരിൽ നിന്ന് കളക്ട് ചെയ്യുക. അതാണ് ഇവാലുവേഷൻ ഫേസിൽ വരുന്നത്. അപ്പോൾ ഈ ഫേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, പഠിക്കുക. പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓൺലൈൻ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ലൈബ്രറി തന്നെ, പക്ഷെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടുള്ള ഒരു ലൈബ്രറീനെയാണ് നമ്മൾ ഓൺലൈൻ ലൈബ്രറീസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബെനിഫിറ്റ്സുകൾ നോക്കാം. നോ ഫിസിക്കൽ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അത് വായിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ലൈബ്രറിക്ക് പോകാം അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് അത് വായിക്കാൻ, ഇൻ്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് അത് വായിക്കാനായിട്ട് പറ്റും. റൗണ്ട് ദ ക്ലോക്ക് അവൈലബിലിറ്റി, ഏത് സമയത്ത് വേണമെങ്കിലും അതിൻ്റെ ഇൻഫോർമേഷനുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ദെൻ മൾട്ടിപ്പിൾ ആക്സസ്, അറ്റ് എ ടൈം ഒരേ സമയത്ത് എത്ര പേർക്ക് വേണമെങ്കിലും അത് വായിക്കാൻ പറ്റും. സ്ട്രക്ചേർഡ് അപ്രോച്ച്, അതിലൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പേജിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റേ ടോപ്പിക്കിലേക്ക് പോകാനൊക്കെ ആയിട്ട് പെട്ടെന്ന് പറ്റും. ദെൻ ഇൻഫോർമേഷൻ റിട്രൈവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു ലൈബ്രറിയിൽ ഇരുന്ന്, അതായത് ഓൺലൈൻ ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും വാക്ക് നമുക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അതുമ്മ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫോർമേഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ദെൻ സ്പേസ്, നമുക്ക് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ. ദെൻ ലിങ്കിങ്, നമ്മളിപ്പോൾ ഒരു ലൈബ്രറിയിൽ നമ്മൾക്ക് വായിക്കേണ്ട ആ ഒരു ബുക്ക് ആ ലൈബ്രറിയിൽ ഇല്ലെങ്കിൽ അതിൻ്റെ താഴെ ആ ബുക്ക് ഏത് ലൈബ്രറിയിലുണ്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. ദെൻ കോസ്റ്റ്, വളരെയധികം കുറവ് കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ബെനിഫിറ്റ് ഓർ അഡ്വാൻറ്റേജസ് പറയുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ്, നമ്മൾ ഇപ്പോൾ എന്താ പറയുക ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോടെ കാരണം ഹാക്ക് ചെയ്യാനൊക്കെ കൂടുതൽ ചാൻസ് ആണ്. ട്രെയിൻഡ് മാൻ പവർ കൂടുതൽ ആവശ്യമാണ്. സ്റ്റോറേജ് മീഡിയ, അതായത് കൂടുതൽ സ്റ്റോർ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കൂടുതൽ കോസ്റ്റ്, അങ്ങനെയുള്ളതൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാക്കിയിട്ട് എഴുതാം കേട്ടോ. ദെൻ അതിലടുത്ത് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് സ്വയം എന്താണെന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ കൂടുതലും വരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സ്വയം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് എക്സ്പയറിംഗ് മൈൻഡ്സ്. അതായത് സ്വയത്തിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ്. ഇനി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് MHRD, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. ഈ ഒരു സ്വയത്തിൽ 2000 കോഴ്സസ് ഉണ്ട്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സസ് ആണ്, 2000 കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു സ്റ്റഡി വെബ് സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതി വെക്കുക. ആ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മേജർ ടെക്നോളജീസ് യൂസ്ഡ് ഇൻ ലേണിങ്ങിൽ യൂസ് ചെയ്യുന്ന മേജർ ടെക്നോളജീസ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ്സേ ക്വസ്റ്റ്യൻ വരാറില്ല. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ വരുന്ന ഒരേ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടെക്നോളജീസ് 2 മാർക്കായിട്ടും വരാം. അപ്പോൾ അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് മൊബൈൽ ലേണിംഗ് ആണ്. മൊബൈൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളൊക്കെ വെച്ചിട്ട് ഈ ലേണിംഗ് നടത്തുന്നതിനെയാണ് മൊബൈൽ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോടുകൂടി മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിച്ച് ലേണിംഗ് നടത്തുന്നതിനെയാണ് മൊബൈൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് ഈ ലേണിങ്ങിൻ്റെ ഒരു ഗ്രേറ്റ് സോഴ്സാണ് ഈ മൊബൈൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് മൊബൈൽ ലേണിംഗ് എന്ന് ചിലപ്പോൾ 2 മാർക്കായിട്ട് വരാം, അല്ലെങ്കിൽ എസ്സേയോ 5 മാർക്കിലും വരാം. അപ്പോൾ എഴുതാം. ദെൻ രണ്ടാമത്തെയാണ് മൈക്രോ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ചാപ്റ്റർ മുഴുവൻ പഠിക്കാൻ കൊടുത്താൽ കുട്ടിക്ക് അത് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് പകരം നമ്മൾ ആ ഒരു ചാപ്റ്ററിനെ പല പാർട്ടുകളായിട്ട് അല്ലെങ്കിൽ സ്മോൾ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാനും പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലേണിങ്ങിനെ ചെറിയ സ്മോളർ സ്റ്റെപ്പാക്കിയിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ലേണിംഗ് നടത്തുന്നതിനെയാണ് മൈക്രോ ലേണിംഗ് എന്ന് പറയുന്നത്.
മൈക്രോ ലേണിംഗ് ഇസ് എ വേ ഓഫ് ടീച്ചിങ്. അതൊരു ടീച്ചിങ് തന്നെയാണ്. ആൻഡ് ഡെലിവറിങ് കണ്ടന്റ് ടു ലേണേഴ്സ് ഇൻ സ്മോൾ. അതായത് ലേണേഴ്സിന് ആ കണ്ടന്റുകൾ സ്മോൾ ആയിട്ട് നമ്മൾ ഡെലിവർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് മൈക്രോ ലേണിംഗ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ മൈക്രോ ലേണിംഗ് നടത്തുന്നത് വഴിക്ക് ആ ലേണേഴ്സിന് ക്വിക്കലി അത് കംപ്ലീറ്റ് ചെയ്യാനും ക്വിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഈസിലി അത് അപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ മൈക്രോ ലേണിംഗ് എന്താണെന്ന് പഠിക്കുക. ദെൻ മൂന്നാമത്തെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിവൈസ്, അതായത് ലേണിങ്ങിൻ്റെ ഒരു ഡിവൈസുമേ ആ ലേണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള ഡിവൈസുകളൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ലേണിംഗ് നടത്തുന്നതിനെയാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഓർ IoT ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആ ഒരു ലേണിംഗ് നടത്തുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിവൈസിന് ബാക്കിയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അപ്ഡേറ്റ് ഇൻഫോർമേഷനുകളും കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും ഇൻഫോർമേഷനുകളൊക്കെ ലേണേഴ്സിന് കിട്ടാനായിട്ട് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിവൈസിന് മറ്റുള്ള ഡിവൈസസ് ഒക്കെ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ലേണിംഗ് നടത്തുന്നതിനെയാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ താഴെ അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് നോക്കാം. ദെൻ ക്ലൗഡ് ബേസ്ഡ് ലേണിംഗ്. ക്ലൗഡ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എക്സാമ്പിളാണ് ഗൂഗിൾ ഡ്രൈവ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒന്നാണ് ഗൂഗിൾ ഡ്രൈവ്. അതുപോലെ തന്നെ നമ്മൾ ലേണിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതൊക്കെ എടുത്ത് പഠിക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ക്ലൗഡ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ബ്രൗസിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ അതെടുത്ത് നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതുപയോഗിച്ച് നമ്മൾ പഠിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴിക്ക് നമുക്ക് അധികം കോസ്റ്റ് വരില്ല. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ അധികം സ്പേസ് ഒന്നും വേണ്ടി വരില്ല. സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്ക് ഫാസ്റ്ററായിട്ട് കാര്യങ്ങൾ കിട്ടാനൊക്കെ ഏറ്റവും എളുപ്പമായിരിക്കും. ദെൻ അടുത്തതാണ് ഗെയിമിഫിക്കേഷൻ. ഗെയിമിഫിക്കേഷൻ ഈസ് ദ യൂസ് ഓഫ് ഗെയിം ബേസ്ഡ് മെക്കാനിക്സ്, aesthetics and game thinking to engage people, motivate action, promote learning and solve problems. അതായത് നമ്മൾ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അവർ ആദ്യം തൊട്ട് നമ്മൾ 1 2 3 പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ABCD ഒക്കെ പഠിപ്പിക്കുമ്പോൾ ചില ഗെയിമുകൾ കാണിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം കാണിച്ചു കൊടുത്തിട്ട് അത് കൗണ്ട് ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ഗെയിമുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ലേണിംഗ് നടത്തുന്നതിനെയാണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് മോർ ബെനിഫിറ്റ് ഓർ മോർ യൂസ്ഫുൾ ഫോർ ചിൽഡ്രൻ. ഇത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇത് കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ളത് കുട്ടികൾക്കാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഒരു ബെറ്റർ ലേണിംഗ് എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടായിരിക്കും. ദെൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസും നോക്കാം. ദെൻ അടുത്താണ് അഡാപ്റ്റീവ് ലേണിംഗ്. അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലവർക്കും പല കഴിവും കപ്പാസിറ്റി ആയിരിക്കും. അതായത് ഒരാൾക്ക് പഠിക്കാൻ പറ്റണത്ര മറ്റാൾക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മുടെ ആ ഒരു ക്യാപ്പബിലിറ്റി എത്രയാണോ, അപ്പോൾ നമ്മുടെ ആ ഒരു പഠിക്കുന്ന ഒരു കോഴ്സിനെല്ലായാലും ലോ ആയിട്ടുള്ള കോഴ്സ്, മീഡിയം, ഹൈ ആയിട്ടുള്ള അങ്ങനെ പല കോഴ്സുകളുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ ആ ഒരു ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ലേണിംഗ് ചെയ്യുന്നതിനെയാണ് അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റലിജൻറ്റ് ട്യൂട്ടോറിങ്. ഇതിന് നമ്മൾ ഇൻ്റലിജൻറ്റ് ട്യൂട്ടോറിങ് എന്നും കൂടിയും പറയും. ഇതെന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റഡി റിസോഴ്സസ് ആണ്. ഇത് ലേണറിന് കൂടുതൽ ടൈം സേവ് ചെയ്യാനായിട്ടും പറ്റും. ദെൻ 7th വൺ ഈസ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വെനെവർ ദ ലേണർ വാണ്ട് ടു നോ മോർ ഓഫ് ദ തിങ്സ് ഈസ് സീയിങ് ഇൻ ദ റിയൽ വേൾഡ്. അതായത് ഇപ്പോൾ നമ്മൾ ലേണിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യൂസിങ് എ ഡിവൈസ് ലൈക്ക് മൊബൈൽ ഫോൺ ഓൺ വിച്ച് ദ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി സോഫ്റ്റ്വെയർ ഈസ് എനേബിൾഡ്. നമ്മൾ ആ ഒരു മൊബൈൽ ഫോണിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി സോഫ്റ്റ്വെയർ എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ കുറേ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ലേണിങ്ങിൽ ഒരു ഗുഡ് ഫ്യൂച്ചറാണ് ഈ ടെക്നോളജിനുള്ളത്. ഇനി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1962 ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി സോഫ്റ്റ്വെയർ എനേബിൾ ചെയ്തുകൊണ്ട് അത് അറിയുന്നതിനെയാണ് ആ ഒരു ലേണിങ്ങിനെയാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്.
The next one is video e-learning. Video e-learning എന്ന് പറഞ്ഞാൽ when a learner want to get an idea on specific topic in detail, he visit the youtube.com. അതായത് നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ല അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ലേൺ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനെയാണ് വീഡിയോ ഇ ലേണിംഗ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലായാലും ഡൗട്ട് വരുമ്പോൾ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ആ ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ആ ലേണിംഗ് ചെയ്യേണ്ട ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ലേണിംഗ് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനെയാണ് വീഡിയോ ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ബീക്കൺ ഇ ലേണിംഗ്. ദിസ് ബീക്കൺ ഇ ലേണിംഗ് ഓർ ബീക്കൺ ടെക്നോളജി ഈസ് എ വയർലെസ് ഡിവൈസ് ദാറ്റ് ട്രാൻസ്മിറ്റ് സിഗ്നൽ ടു അതർ നിയർ ബൈ ഡിവൈസസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്യാമ്പസിൽ ഓൺലൈൻ ക്ലാസ് പോലെയൊക്കെ ക്യാമ്പസിൽ പോയിരുന്നിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ഇരിക്കുന്ന സ്ഥലത്താവില്ലേ മറ്റുള്ള കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ഇരിക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ പല കുട്ടികളിരിക്കുന്നുണ്ട്. അപ്പോൾ പല കുട്ടികൾക്കും ഇപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമുകൾ അസൈൻമെൻറ്റുകൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ആ ഒരു സിഗ്നൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റേ ഡിവൈസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. അതായത് അധികം ദൂരത്തേക്കൊന്നും പറ്റില്ല. ആ ഒരു ക്യാമ്പസിൻ്റെ കോമ്പൗണ്ടിൽ നമ്മളിപ്പോൾ ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ പോലെ തന്നെ ബ്ലൂടൂത്ത് ആയാലും നമുക്ക് ഇത്ര ഒരു ഡിസ്റ്റൻസ് വരെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് അതായത് ലോ എനർജിയിൽ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ഡിവൈസിൽ നിന്നും മറ്റേ ഡിവൈസിലേക്ക് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ ലേണിംഗ് നടത്തുന്നതിനെയാണ് ബീക്കൺ ടെക്നോളജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ ബീക്കൺ ഇ ലേണിംഗ് എന്നും പറയും. നടത്തുമ്പോൾ അത് ബെറ്റർ ആക്സസിബിലിറ്റി ആണ്, മോർ പവർഫുൾ കമ്മ്യൂണിക്കേഷൻ ആണ്, ദെൻ ഇൻക്രീസ്ഡ് ഇൻ്റലക്ച്വൽ ഡിസ്കവറി ഇൻക്രീസ് ചെയ്യുന്നു, ഇംപ്രൂവ്ഡ് ഇൻ ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസുകൾ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ലേണിംഗ് ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻ്റ് ആണ് ഈ ആർട്ടിഫിഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ആ ഒരു ക്ലാസ്സിൽ എടുത്ത് തരുന്ന ആൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നമുക്ക് ആ ഒരു എന്താ പറയുക കാണാൻ പറ്റാത്ത ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷെ അതിൽ ഓട്ടോമാറ്റഡ് ടീച്ചിങ് ഉണ്ടായിരിക്കും. ദെൻ റിച്ച് ഇൻഫോർമേഷനുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരാൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ആ ഒരു ലേണിംഗ് നടത്തുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ലേണിങ്ങിൻ്റെ മേജർ ടെക്നോളജീസ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ദെൻ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിക്കേണ്ട ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് സിങ്ക്രോണസ് എന്താണ്. അപ്പോൾ സിങ്ക്രോണസ് ഓർ ആസിങ്ക്രോണസ് ആർ 2 അപ്രോച്ചസ് ഓഫ് ഇ ലേണിംഗ്. ഈ ലേണിങ്ങിൻ്റെ 2 അപ്രോച്ചസ് ആണ് സിങ്ക്രോണസും എസിങ്ക്രോണസും. അതിൽ സിങ്ക്രോണസ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിളാണ് ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂമിലെ മീറ്റൊക്കെ വയ്ക്കുക. അതായത് ഒരു അറ്റ് ദി സെയിം ടൈം അതൊരു റിയൽ ടൈമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അറ്റ് ദി സെയിം ടൈമിൽ പലവരും പലവരുടെ ഐഡിയാസും ഇൻഫോർമേഷനുകളൊക്കെ പാസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ആ ഒരു വോയിസ് ഓൺ ആക്കിയിട്ട് അല്ലെങ്കിൽ ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുക, തിരിച്ച് കുട്ടികൾ ഉത്തരം പറയുക. അപ്പോൾ ആ ഒരു സെയിം ടൈമിൽ നമ്മൾ ഐഡിയാസും ഡിസ്കഷനുകളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇൻഫോർമേഷനുകളൊക്കെ പാസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ സിങ്ക്രോണസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സിങ്ക്രോണസ് എന്നും കൂടി പഠിക്കുക. അപ്പോൾ അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. താങ്ക്